ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചോര ചീന്തിയ ഒരു ദുരിതകാലത്തിന് അറുതി വരികയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള കരാറിന് അംഗീകാരമായി. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഒരു രക്തച്ചൊരിച്ചിൽ. ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400ഓളം ആളുകളെ കൊലപ്പെടുത്തുകയും 257ഓളം ആളുകളെ പിടിച്ച് ബന്ദികളാക്കുകയും ചെയ്തത് മതമായിരുന്നു അവിടെ വില്ലനായത്. ഇസ്രായേലരുടെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് നിരായുധരായ, നിസ്സഹായരായ, നിരപരാധികളായ സംഗീത പ്രേമികളായിരുന്നു ആ സദസ്സിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ സംഗീതത്തിന്റെ ആസ്വാദകർ പിശാചാണ്, പൈശാചികമാണ് എന്ന് വിശ്വസിച്ചിരുന്ന അവരെയൊക്കെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരു മ്യൂസിക് ഫെസ്റ്റിന് അറുതിയുണ്ടായാൽ, ഒരു ഭീകരപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായാൽ, ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ ഒരു തെരുവോരങ്ങളിലും ഈ രൂപത്തിൽ മ്യൂസിക് പ്രേമികൾ ഉണ്ടാകില്ല എന്ന് ഹമാസ് വിചാരിച്ചു. പക്ഷേ അതോടുകൂടി യുദ്ധം തുടങ്ങുകയായിരുന്നു. ഒരു വർഷം പിന്നിട്ടിട്ടും, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ, ഡിസംബർ, ജനുവരി, ഏതാണ്ട് ഒരു വർഷവും 3 മാസവും പിന്നിട്ടിട്ടും ഇസ്രായേൽ തിരിച്ചടിച്ചുകൊണ്ടേയിരുന്നു. കാരണം ജൂതന്മാർ കുറച്ചു പേരേ ഉള്ളൂ. ആ ജൂതന്മാരുടെ പകയാണെങ്കിൽ ഇവർ വിചാരിക്കുന്നതിനും ഒരുപാട് അപ്പുറമാണ്. ജൂതപ്പകയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട ഹമാസ് ഭീകരരിലെ എല്ലാ നേതാക്കന്മാരെയും ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞു ഇസ്രായേൽ. നേതാക്കന്മാരില്ലാതെ ചിതറിയോടിയ അണികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയായി. ഇറാനിൽ പോയി ഒളിച്ചു, അതിനകത്ത് നിന്ന് തലയെടുത്തു. ഖത്തറിൽ പോയി ഒളിച്ചു, അതിനകത്ത് നിന്ന് തൂക്കിക്കൊണ്ടുവന്നു. ലെബനനിൽ പോയി ഒളിച്ചു. അങ്ങനെ ലോകത്തിന്റെ ഏതേതു കോണുകളിൽ പ്രാണഭയം കാരണം ഓടി ഒളിച്ചാലും ശരി, അവിടെ നിന്നൊക്കെ പൂപറിക്കുന്ന ലാഘവത്തോടെ തലയെടുത്തു കൊണ്ടുവരുന്ന മൊസാദിന്റെ കണ്ണുവെട്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഖത്തറും ഈജിപ്തും അതുപോലെ അമേരിക്കയും ഒക്കെ ഇടപെട്ടതുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കാനുമാണ് മധ്യസ്ഥ ചർച്ചകൾ ഉപകരിച്ചത്. അതിനേതാണ്ട് ധാരണയായി. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്റ്റ്, ഖത്തർ മധ്യസ്ഥരായി മാസങ്ങളോളം നടത്തിയ സന്ധി സംഭാഷണത്തിനൊടുവിലാണ് രണ്ട് രാജ്യങ്ങളും കരാർ അംഗീകരിക്കുന്നത്. ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കരാറ് എന്ന സവിശേഷതയുമുണ്ട് ഇതിന്. കാരണം ഞാൻ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സമാധാനത്തോടുകൂടി ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചിരിക്കണം എന്നത് ട്രംപിന്റെ ഉത്തരവായിരുന്നു. മുമ്പ് തന്നെ ബൈഡനോട് പറഞ്ഞു, ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നിരുന്നതെങ്കിൽ എപ്പോഴേ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുമായിരുന്നു എന്ന് ട്രംപ് നേരത്തെ തന്നെ വിമർശിച്ചു കഴിഞ്ഞതാണ്. ട്രംപ് അധികാരത്തിലേറാൻ ഏതാനും വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ട്രംപിന്റെ കണ്ണുരുട്ടലിൽ ഇവർ ഭയന്നിട്ടുണ്ട്. കാരണം തുടച്ചു നീക്കാനാണ് ട്രംപിന്റെ തീരുമാനം. ബൈഡനെ പോലെ മിത രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല ട്രംപ്. വേരോടെ ഉന്മൂലനം ചെയ്യുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. എന്തായിരുന്നാലും കരാറിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ 15 മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പാണ് ഈ കരാർ. ഹമാസ് ഇസ്രായേലിന്റെ ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള നടപടിക്ക് ഞങ്ങൾ തയ്യാറാകുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചേർന്ന് പ്രവർത്തിച്ചാണ് കരാർ യാഥാർത്ഥ്യമാക്കിയത്. ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ആയുധധാരികൾ 1200 മുതൽ 1400 വരെ സൈനികരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയതോടുകൂടിയാണ് ഈ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് വഴുതി വീണത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 46,000-ലേറെ പേരുടെ തലകളാണ് ഇസ്രായേൽ എടുത്തത്. 27 ലക്ഷത്തിലധികം ആളുകൾക്ക് പിറന്ന മണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ പെരുവഴി ആധാരമായി. 1 ലക്ഷത്തോളം ആളുകൾ
പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും കൂടും കുടുംബവും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു. ഇത് വിവേകമല്ലാത്ത ഇവരുടെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചതാണ്. ഇസ്രായേലിന്റെ കഴിവും മികവും ഇസ്രായേലിന്റെ പകയും ജൂതപ്പകയുടെ കാഠിന്യം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാത്തതിന്റെ പേരിലാണ് ഹമാസ് ഇത് വലിച്ചു തലയിൽ വെച്ചത്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ കരട് ഹമാസ് കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത്. കരാർ പ്രകാരം 3 ഘട്ടമായിട്ടാകും വെടിനിർത്തൽ നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിരിക്കും മുൻഗണന. ഇതിന് പകരമായി 1000-ലേറെ പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ 16-ാം ദിവസം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2ാം ഘട്ട ചർച്ച ഇസ്രായേൽ ആരംഭിക്കും. അതിൽ ബന്ദികളായ പുരുഷ സൈനികരെയും ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങളാകും നടക്കുക. മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറില്ല എന്നാണ് ഇസ്രായേലിന്റെ കരാർ. എന്നാൽ ഗാസയുടെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒഴിഞ്ഞു പോയവർ ഈ സമയത്ത് വീടുകളിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുമുണ്ട്. വെടിനിർത്തലിനും ബന്ദി മോചനത്തിനുമുള്ള കരാർ അവസാന ഘട്ടത്തിലാണ് എന്ന് ജോ ബൈഡൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. 3 ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ മെയ്യിൽ താൻ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ചുവട് പിടിച്ചിട്ടുള്ളതാണ് പുതിയ കരാറെന്നും ബൈഡൻ പറഞ്ഞു. ബൈഡന്റെ കരാറിനെ UN രക്ഷാസമിതിയും പിന്തുണച്ചു. ഇസ്രായേലും ഹമാസും കടുംപിടുത്തം തുടരുകയും ചർച്ചകളെല്ലാം പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് 2024 നവംബറിൽ അവർ താൽക്കാലികമായി പിന്മാറിയിട്ടുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. 2023 നവംബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടയിൽ അതിൽ 80 പേരെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ വിട്ടുകിട്ടാനിടയുണ്ട്. ഇവരിൽ 34 പേർ മരിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ. അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടുകിട്ടുന്നതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ടുള്ള പൊതുജന രോഷം തണുപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. ഇസ്രായേൽ ഹമാസ് സംഘർഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെയും ഇറാഖിലെയും യമനിലെയും തീവ്ര ശക്തികൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനും ലോകം സാക്ഷ്യം വഹിച്ചു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെയും വധിച്ച ശേഷമുള്ള കരാർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. ബന്ദികളുടെ മോചനത്തിൽ പാളിച്ചകൾ വന്നതോടുകൂടി ജനരോഷം ഉയർന്നെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച് ഹമാസിനെ തളർത്താൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേൽ ഹമാസ് കരാറിന് ധാരണയായെന്നും ബന്ദികൾ ഉടൻ തന്നെ മോചിപ്പിക്കപ്പെടുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചിട്ടുണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഹമാസ് അവരുടെ നാശം തുടങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഇസ്രായേലിനെ ആക്രമിച്ചതും നേതാക്കന്മാരുടെ എല്ലാം തലകൾ ഛേദിക്കും വിധം ഇസ്രായേൽ കൊടുത്ത പണിയിൽ തളർന്നുപോയി. ഇനിയും നിരായുധരായി അതുപോലെ നേതാക്കന്മാരുടെ രാഹിത്യമുണ്ട് ആ സംഘടനയ്ക്ക്. ഇനിയും കരാർ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇപ്പോഴും വിജയം ഇസ്രായേലിന് തന്നെ. ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജയപരാജയങ്ങളില്ല. കാരണം പച്ചയായ മനുഷ്യന്മാരാണ് 2 സംഘത്തിലും മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് ഇവിടെ ജയപരാജയങ്ങളില്ല. പക്ഷെ എന്തായിരുന്നാലും ഹമാസിന്റെ തോൽവി ഇവിടെ ശ്രദ്ധേയമാണ്. നന്ദി.